നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ TDP സർക്കാർ അധികാരത്തിലേക്ക് എത്തുമെന്നാണ് സർവേ പോളുകൾ വ്യക്തമാക്കുന്നത്. കൊടിയ അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞു നിൽക്കുന്ന ജഗൻമോഹന്റെ ഭരണത്തെ ജനങ്ങൾ തൂത്തെറിയും. ആന്ധ്രാപ്രദേശിലെ 175 സീറ്റിൽ 100-ൽ കുറയാതെ സീറ്റുകളുമായി TDP സഖ്യം അധികാരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കോൺഗ്രസിലേക്ക് ചേക്കേറിയ YS ശർമിള ഉൾപ്പെടെ കൃത്യമായി ജഗൻമോഹൻ റെഡ്ഡിയുടെ അന്തകയാകും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് ശർമിളയുടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതിന് ശക്തമായി തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുടെ കൂടി പിന്തുണയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആദ്യം YS ശർമിള തെലങ്കാനയിൽ പ്രവർത്തിക്കാമെന്നാണ് പറഞ്ഞതെങ്കിലും അവിടെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല, അവിടെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യത്തിലധികമുണ്ട് എന്ന് കൃത്യമായി രേവന്ത് റെഡ്ഡി ശർമിളയോട് പറയുകയും ചെയ്തു. ഇപ്പോഴിതാ ശർമിളയെ കൃത്യമായി ആന്ധ്ര ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ശർമിളയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യം കോൺഗ്രസ് പറഞ്ഞതാണ്. പക്ഷേ TDPയുമായുള്ള സഖ്യമാണ് ശർമിള കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. TDPയുമായി സഖ്യമുണ്ടാക്കിയാൽ കോൺഗ്രസിന് വലിയ രീതിയിൽ അവിടെ മുന്നേറ്റം നടത്താൻ കഴിയും. TDPക്ക് കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുന്നത് പരമാവധി 175-ൽ 70ഓളം സീറ്റുകൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കൃത്യമായും കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന നിരവധിയായ മണ്ഡലങ്ങളുണ്ട്. TDPയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25-ൽ 20-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് YSR കോൺഗ്രസിന്റെ തേരോട്ടം അവസാനിപ്പിക്കാൻ കൂടി കഴിയും. ജഗൻമോഹൻ റെഡ്ഡി വിജയിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം ശർമിളയുമായിട്ടോ വിജയമ്മയുമായിട്ടോ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. എല്ലാം ഏക ഛത്രാധിപതി എന്ന രീതിയിലേക്കായിരുന്നു ആന്ധ്രാപ്രദേശിൽ അമരാവതിയിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തിയത്. ഇതിന് ജനങ്ങൾ ചുട്ട മറുപടി കൂടി കൊടുക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്, YS രാജശേഖര റെഡ്ഡിയുടെ മകൻ എന്ന രീതിയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അല്ലാതെ പൂർവ്വകാലത്ത് ഒരു രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി ജയിച്ചതുപോലും, കടപ്പ ലോക്സഭാ സീറ്റിൽ നിന്ന് ജയിച്ചതുപോലും രാജശേഖർ റെഡ്ഡിയുടെ മകൻ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അതേ നാമത്തിന് അർഹയായിട്ടുള്ള YS ശർമിളയ്ക്കും അതേ രീതിയിലുള്ള സ്വാധീനം ആന്ധ്രാപ്രദേശിന്റെ മണ്ണിലുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കൂടിയാണ് ശർമിളയെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നഷ്ടപ്പെട്ടു പോയ പ്രതാപം ഹൈദരാബാദിൽ വീണ്ടെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. അത് തന്നെയായിരിക്കും ആന്ധ്രാപ്രദേശിലെ മിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസ് നേടിയെടുക്കുക. വീണ്ടും കോൺഗ്രസിന് ആന്ധ്രാപ്രദേശിൽ വലിയ രീതിയിലുള്ള ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നേരത്തെ ചിരകാല വൈരിയായിരുന്ന ചന്ദ്രബാബു നായിഡുവുമായി സഖ്യം ചേരുന്നതിൽ വലിയ രീതിയിലുള്ള അനിഷ്ടമില്ലേ എന്ന് ചോദിക്കുന്നവരോട് ജഗൻമോഹനേക്കാൾ എന്തുകൊണ്ടും മാന്യനാണ് ചന്ദ്രബാബു നായിഡു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ശർമിളയ്ക്ക് ഇപ്പോൾ താല്പര്യം. ശർമിളയുടെ കൃത്യമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ജഗൻമോഹൻ റെഡ്ഡിക്ക് തടുക്കാൻ കഴിയുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ശർമിള ഇപ്പോൾ ചെയ്യുന്നത്.